നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില സത്യങ്ങൾ തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കുവാൻ പോവുകയാണ്. ഈ വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയുവാനോ സാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും നിങ്ങൾക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. അതൊരു പക്ഷേ നിങ്ങളെ വേണ്ടപ്പെട്ടവരാകാം. അതായത് നിങ്ങളുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഭാര്യയോ അത്തരത്തിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ആകുവാൻ, പങ്കാളി ആരെങ്കിലും ആകുവാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയാം. നമുക്ക് വേണ്ടി പലരും പ്രാർത്ഥിക്കാറുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന പല പ്രശ്നങ്ങളും ഒഴിയുവാനും ജീവിതത്തിൽ ഉയർച്ച നേടുവാനും പലരും പ്രാർത്ഥിക്കാറുണ്ട് എന്നത് വാസ്തവമാണ്. അത് പങ്കാളിയോ ഭാര്യയോ അത്തരത്തിൽ കുടുംബത്തിലെ ഒരു അംഗവും ആകാവുന്നതാണ്. അത്തരത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പലരും പ്രാർത്ഥിക്കാറുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ, മറ്റൊരു വ്യക്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. മറ്റൊരാൾ നമുക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാൽ നമ്മളിലേക്ക് വന്ന് ചേരുന്ന ഫലം പോലെ തന്നെയാണ് മറ്റൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അനുകൂല സാഹചര്യം. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ചിത്രമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ മഹാദേവന്റെ ചിത്രമാണ്. ഇവിടെ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനു മുന്നോടിയായി ഏവരും ചെയ്യേണ്ടതായ കാര്യം, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഒരു മിനിറ്റ് ധ്യാനിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് ആ രൂപം തെളിഞ്ഞ് വരേണ്ടതാണ്. ആ രൂപത്തോട് നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാണോ അനുകൂലമായി നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അവരെ എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നും, എൻ്റെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കണം എന്നും, അവർ എപ്പോഴും എന്നോടൊപ്പം നിൽക്കണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ഏവരും ഈ കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കണം. ആദ്യം ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഈ കാര്യങ്ങൾ പ്രാർത്ഥിക്കൂ. ഏവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. അതായത് കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം മനസ്സിനെ അട്രാക്ട് ചെയ്യുന്ന ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഓം നമഃ ശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഭഗവാൻ ഗുരുവായൂരപ്പനെ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പോലും ഒരു കാരണമുണ്ട്. കാരണം ഇത് നിങ്ങൾ അറിയണം എന്ന് ഭഗവാൻ തന്നെ ആഗ്രഹിക്കുന്നതിനാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആഗ്രഹിക്കുന്നതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നത്. നിങ്ങൾ സാധാരണ ഒരു വ്യക്തിയല്ല, സാധാരണ ഒരു ആത്മാവല്ല എന്ന് പറയാം. മനഃശുദ്ധിയും
അതേപോലെ തന്നെ ആത്മാവിന്റെ ശക്തിയും നോക്കുകയാണ് എങ്കിൽ നിങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് അതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ പോലും സാധിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് സാധാരണ കാര്യങ്ങൾ ആകണം എന്നില്ല. അത് നിങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകൾ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത്. നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കണം എന്നൊരു ചിന്ത ഉള്ളവരല്ല. നിഷ്കളങ്കരായ, സ്നേഹമുള്ള, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിവുള്ള അത്തരത്തിലൊരു ഹൃദയമുള്ള വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരെ വേദനിപ്പിക്കണം അല്ലെങ്കിൽ അവരെ ചതിക്കണം, അതിലൂടെ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ അർഹതയില്ലാത്തതായ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് എങ്കിലും മറ്റു വ്യക്തികളാണ് എങ്കിലും അവർക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കരുത്, നല്ല കാര്യം സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ അത്തരത്തിലൊരു പ്രാർത്ഥനയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിലുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ച ചിലർ മൂലം നിങ്ങൾക്ക് വളരെയധികം വിഷമിക്കേണ്ടതായ സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ പല വിധത്തിലായിരിക്കും വിഷമിപ്പിക്കുക. ചിലർ വാക്കുകൊണ്ടായിരിക്കാം, ചിലർ അവരുടെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ തിരിച്ചറിയുന്നതായ സാഹചര്യം പോലുമുണ്ട്. ഇത്തരത്തിൽ പലപ്പോഴും പലരും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളതായ സാഹചര്യമുണ്ട്. ചിലർ മൗനം കൊണ്ടുപോലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. നിങ്ങളിൽ കുടികൊള്ളുന്നതായ ആ നന്മ അതാണ് പലരും ദുരുപയോഗം അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളിലും ദൗർബല്യങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നു എന്നതും വാസ്തവമാണ്. വീണ്ടും ചിലർക്ക് വേണ്ടി നിലനിൽക്കുന്നതായ സാഹചര്യം, ചില പ്രധാന സമയങ്ങളിൽ നിങ്ങൾ പുലർത്തുന്നതായ മൗനം, അത് നിങ്ങൾക്ക് വളരെ വിഷമതകൾക്ക് കാരണമായി തീർന്നിട്ടും ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ഇതെല്ലാം കാണുന്നു എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർ അറിയാതെ പോലും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു നൊമ്പരമായിരുന്നു എങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അത് മനസ്സിലാക്കിയിരുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾക്കതിനാൽ തീർച്ചയായും ഓരോ ദിവസവും പല വിധത്തിലും പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ പ്രാർത്ഥനയുടെ ബലവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് നിങ്ങളുടെ അമ്മയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാകാം. അത്തരത്തിൽ ഹൃദയം നിറഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുകൂലമാകണം എന്നും നിങ്ങളുടെ കണ്ണെത്താത്തതായ അല്ലെങ്കിൽ മനസ്സെത്താത്തതായ കാര്യങ്ങൾ തിരിച്ചറിയണം എന്നും ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരണം. നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ അകന്ന് സന്തോഷത്തോടെ ജീവിക്കണം, അതിനുള്ള അവസരങ്ങൾ ഒരുക്കണം എന്നൊരു പ്രാർത്ഥന, ഒരു അപേക്ഷ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണ് എങ്കിൽ പല കടാക്ഷങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. കാരണം ആ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പരിധി വരെ കടന്നു വരുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാനുഗ്രഹം കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മാത്രമല്ല, അതേക്കുറിച്ച് കൂടുതലായി പരാമർശിക്കുകയാണ് എങ്കിൽ ഈ സമയത്ത് ഈശ്വരന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹം
കൂടുതലായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നൊരു സാധ്യത തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി എന്താണോ ശരി, എന്താണോ തെറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വഴികാട്ടിയായി നിങ്ങൾക്ക് മുൻപിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മുൻപിൽ തടസ്സപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ തെളിയാത്തതായ ആ വഴി, അത് തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹത്താൽ ഈശ്വരൻ അത് തുറന്നു നൽകും എന്നൊരു സൂചന തന്നെയാണ് ഉള്ളത്. ഇതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾ, അത് എന്താണ് എങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാകുന്നതായ അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. എന്താണോ നിങ്ങളുടെ മുൻപിൽ അടയ്ക്കപ്പെട്ടത്, അത് നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങൾ വളരെ കാലമായി പല കാര്യങ്ങളും, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും ഈ സമയം അനുകൂലമായി എന്ന് വരാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ചിലർക്കത് ജോലിയാകാം, ചിലർക്കത് ബിസിനസ് പരമായ സാധ്യതകളാകാം. ഒരു ബിസിനസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ളതായ ബിസിനസ്സിൽ കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ വന്ന് ചേരുന്നതാകാം. നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായ, ലഭിക്കേണ്ടതായ അപ്രതീക്ഷിതമായ ധനപരമായ കാര്യങ്ങൾ, അത് ധനലാഭമാണ് എന്നും അർത്ഥമാക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ തുലം കൂടുതലാണ് എന്ന് കാണുന്നു. ജീവിതത്തെ തീർച്ചയായും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി തരുവാനും, അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തി കടന്നു വരികയും അവർ അനുഭവിച്ച വേദനകൾക്ക് ശേഷം യഥാർത്ഥ സന്തോഷം ജീവിതത്തിൽ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. ചില ബന്ധങ്ങൾ, തടസ്സപ്പെട്ടിരിക്കുന്നതായ ബന്ധങ്ങൾ, അത് പുനഃസ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ ആ ബന്ധം വീണ്ടും കൂട്ടിയോജിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾ കുടുംബത്തിലാണ് എങ്കിലും അനുഭവിച്ചു പോരുന്ന ആ പ്രതിസന്ധികൾ, കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ജീവിതത്തിൽ എന്താണോ നഷ്ടമായിരിക്കുന്നത് അത് സമാധാനമാണ് എങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് കാണുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന എല്ലാ വിഷമതകൾക്കും, ആ ദുരിതപൂർണമായ സാഹചര്യങ്ങൾക്കും, അത് പരീക്ഷണങ്ങൾക്കാണ് എങ്കിലും അറുതിയാവുകയും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ശക്തരാക്കുവാനാണ് എന്ന് തിരിച്ചറിയുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും. ഇപ്പോൾ തീർച്ചയായും അതൊരു വലിയ അനുഗ്രഹമായി തന്നെ കാണണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കാരണം ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഫലവത്താകും. രണ്ടാമത്തെ ചിത്രമായ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ, നിങ്ങൾ കാത്തിരിക്കുന്നതായ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സമയത്ത്, ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ മനസ്സിൽ പല വിഷമതകളുമുണ്ട്, അല്ലെങ്കിൽ അത് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പുറമെ നിങ്ങൾ ഒരുപാട് ചിരിക്കുന്നു, മറ്റുള്ളവർ അതിൽ തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. കാരണം നിങ്ങൾ വളരെ സന്തോഷത്തിലുള്ള വ്യക്തിയാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത പല വിഷമതകളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിലെ ഈ കാര്യങ്ങൾ പുറത്തറിയിക്കുവാൻ താല്പര്യപ്പെടാത്തവരാകാം നിങ്ങൾ.
നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഒരു അനുഗ്രഹത്താലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ നിന്നുള്ള ഒരു സന്ദേശമായി തന്നെയാണ് തീർച്ചയായും ഇതിനെ കാണേണ്ടതും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം കേൾക്കുവാൻ സാധിക്കുന്നത് പോലും എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി പറയുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെയാണ് ഈ ചിത്രം തിരഞ്ഞെടുത്ത് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത്. ചില വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലഭിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു നിരാശ ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും നിങ്ങൾക്ക് ദൃഢമായി ബന്ധം ഉണ്ടാകും എന്ന് വിശ്വസിച്ച ആ ബന്ധങ്ങളിൽ പോലും നിങ്ങൾക്ക് ചില വിഷമതകളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത്തരം ചില കാര്യങ്ങൾ അനുഭവിച്ച് പോരുന്നവർ തന്നെയാണ് നിങ്ങൾ. വിശ്വസിക്കുന്നവരിൽ നിന്ന് പോലും പല വിഷമകരമായ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുന്ന അവസ്ഥ. ആരെ വിശ്വസിക്കണം എന്ന് പോലും ഒരു സംശയമായി നിലനിൽക്കുന്നതായ സാഹചര്യവും ജീവിതത്തിലുണ്ട്. പലരും നിങ്ങളെ പല വിധത്തിലും വഞ്ചിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സമയം നിങ്ങൾക്ക് പല പ്രതിസന്ധികളും നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ധനപരമോ അല്ലെങ്കിൽ മറ്റ് പ്രയാസകരമായ സാഹചര്യങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഇപ്പോൾ ദിശ പോലും നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ എന്ന് പറയാം. നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോകുന്നതായ സാഹചര്യങ്ങൾ അപ്രകാരമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രം ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന തലത്തിൽ പോലും നിങ്ങളുടെ ചിന്തകൾ കടന്നു പോകുന്നു എന്നതും വാസ്തവം തന്നെയുണ്ട്. എന്നാൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ചു നിൽക്കേണ്ടതുമായ കാര്യങ്ങളിൽ ഒന്ന്, ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പരീക്ഷണങ്ങളാണ് എങ്കിൽ പോലും അത് താൽക്കാലികമാണ് എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഏതൊരു ശക്തിക്കും അനിവാര്യമായ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും അനിവാര്യമായ മനോബലം, ആത്മവിശ്വാസം അത് നിങ്ങളിലേക്ക് നൽകുവാനും നിങ്ങളിലുള്ള ശക്തി വർദ്ധിപ്പിക്കുവാനുമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യമുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നതായ സാഹചര്യം. ആരുമില്ലല്ലോ വേദന വിശ്വസിച്ച് ഒന്ന് പറയുവാൻ പോലും ആരുമില്ല. അത്തരമൊരു സാഹചര്യം അനുഭവിച്ച് പോന്നിട്ടുള്ളവരാകാം നിങ്ങൾ. മനസ്സിലുള്ള നിരവധിയാർന്ന കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയായി മാറുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അകത്ത് നിങ്ങൾക്ക് പല വിധത്തിലും ഒരു ആശ്വാസം, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കണ്ണുനീർ അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരന് മുൻപിൽ, അത് ഭഗവാനാകാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയാകാം, ആ ശക്തിക്ക് മുൻപിൽ നിങ്ങൾ വച്ചിരിക്കുന്നതായ പ്രാർത്ഥനകൾ അത് ഫലവത്താകും എന്നതാണ് വാസ്തവം. കാരണം ആ പ്രാർത്ഥനകൾ ആ ശക്തി കേട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും അറിയാതെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ആരോ പ്രാർത്ഥിക്കുന്നു എന്നതും നിങ്ങളുടെ ഫലം ഇരട്ടിപ്പിക്കുന്നു എന്നുള്ളതാകാം. നിങ്ങളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സത്യസന്ധമായി, അതായത് കാപട്യമില്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാകാം. അമ്മയുടെയോ അച്ഛന്റെയോ സഹോദരങ്ങളുടെയോ പ്രാർത്ഥനയാകാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ വിഷമതകൾ മാറണം എന്ന അതിയായ ആഗ്രഹം അവർക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ആ പ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത
പല കാര്യങ്ങളും കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷമതകളുണ്ട് എങ്കിലും ആ വിഷമതകൾ നീക്കുവാൻ ആ ശക്തി തയ്യാറാകുന്ന, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തയ്യാറാകുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ അനുഭവിച്ചു പോന്നിരിക്കുന്നതായ എല്ലാ വിഷമകരമായ കാര്യങ്ങളും അത് നെഗറ്റീവായ ഊർജങ്ങളാണ് എങ്കിലും പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പല വിഷമതകളും അകന്നു പോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും നിങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു വഴിയാണ് എങ്കിലും അത് തുറക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു പുതു ആരംഭം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യമോ രൂപപ്പെടാം എന്നുള്ളതാണ്. നിങ്ങൾ വളരെ കാലങ്ങളായി കാത്തിരിക്കുന്നതായ പലവിധ മാറ്റങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ഒരു മാറ്റം, അത് തീരുമാനവുമായി ബന്ധപ്പെട്ടാകാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു മാറ്റം ആരംഭിക്കാവുന്ന സമയമാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് എങ്കിലും അതെല്ലാം താൽക്കാലികം മാത്രമാണ്, സ്ഥിരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ വരുമാനം അല്ലെങ്കിൽ പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുകയും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുകയും കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബന്ധങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാവുന്നതുമാണ്. പലരും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇത്തരത്തിലുള്ള ചില വ്യക്തികളെ നിങ്ങൾക്ക് കൃത്യമായും മനസ്സിലാക്കുവാനും അവർ ജീവിതത്തിൽ നിന്ന് പോലും അകന്നു പോകുന്ന ഒരു സാഹചര്യവും രൂപപ്പെടാവുന്നതാണ്. ജീവിതത്തിലേക്ക് ചിലർ കടന്ന് വരാവുന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബന്ധം തകർച്ചയുടെ വക്കിലുണ്ട് എങ്കിൽ അത് പുനഃസ്ഥാപിക്കുവാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ പോലും അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം. എന്തായിരുന്നു നിങ്ങളുടെ വേദനകൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. പരീക്ഷണ ഘട്ടത്തിന്റെ അവസാന സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നതിനാൽ മാറ്റങ്ങൾ പ്രകടമാകും. നിങ്ങൾ സഹിച്ചിരുന്നതായ, വിഷമിച്ചിരുന്നതായ ആ പ്രശ്നങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കണ്ടിരിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ ദൈവത്തിന്റെ, ആ ശക്തിയുടെ സംരക്ഷണം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കാണും എന്നൊരു അനുഭവം അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓം നമഃ ശിവായ എന്ന കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കണം.